അത് ഡേറ്റ സയൻസിലും ഞാൻ പറഞ്ഞല്ലോ അതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തിനാണ് നമ്മൾ ഈ ഡീകമ്പോസിഷൻ യൂസ് ചെയ്യുന്നത്? സോൾവിങ് സിസ്റ്റംസ് ഓഫ് ഇക്വേഷൻസ്, അല്ലെങ്കിൽ മെട്രിക്സിന്റെ ഇൻവേർഷൻ, അല്ലെങ്കിൽ ട്രാൻസ്പോസിങ്, ഇതൊക്കെ ചെയ്യാൻ, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, ഇതിനൊക്കെയാണ് നമ്മൾ ഈ ഡീകമ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. എന്ത്? മെട്രിക്സ് ഡീകമ്പോസിഷൻ. അനദർ നെയിം എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് ഫാക്ടറൈസേഷൻ. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെട്രിക്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ 2 or 3 മെട്രിക്സസ് ആയിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ടു സിംപ്ലിഫൈ ദ കോംപ്ലക്സ് മെട്രിക്സ് ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്ക് കൂടുതൽ അതിന്റെ ഏതൊക്കെ പാറ്റേൺസ് ആണ്, സ്ട്രക്ചേഴ്സ് ആണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ മെട്രിക്സ് ഡീകമ്പോസിഷനിൽ വരുന്ന കോമൺ ടൈപ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിൽ എല്ലാതും പഠിക്കേണ്ട, ഇതിൽ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ഉണ്ട്, അതുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ജസ്റ്റ് ഇത്രയൊക്കെ കോമൺ ടൈപ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുള്ളതാണ്. LU ഡീകമ്പോസിഷൻ, QR ഡീകമ്പോസിഷൻ, ഐഗൻ വാല്യൂ ഡീകമ്പോസിഷൻ. അത് ഈ ഐഗൻ വാല്യൂ ഡീകമ്പോസിഷൻ ആപ്ലിക്കബിൾ ആവുന്നത് സ്ക്വയർ മെട്രിക്സിനാണ്. സ്ക്വയർ മെട്രിക്സ് എന്താണെന്നറിയോ? റോസ് ആൻഡ് കോളംസ് ഈക്വൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഉള്ള ഫീച്ചേഴ്സിനൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് PCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്, ആ മെത്തേഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ കുറെ എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്കത് കാണാം. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സ് ഡീകമ്പോസിഷനിൽ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ SDD എന്ന് പറയുന്നതാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതാണ്. ഓക്കെ, അതെന്താണ് ആക്ച്വലി? ഒരു ഡീകമ്പോസിഷൻ ടെക്നിക് തന്നെ കോംപ്ലക്സ് പ്രോബ്ലംസിലെ അഗെയിൻ നമ്മൾ ഈസിലി ബ്രേക്ക് ചെയ്ത് സിമ്പിൾ പ്രോബ്ലംസ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ യൂസ് ചെയ്യുന്നു. അപ്പൊ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മൾ ഫാക്ടറൈസേഷൻ ആണ്, അതായത് ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സെയിം തിങ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കത് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, ഇത് എന്താണ് യൂസ് ചെയ്യുന്നത്? ലീനിയർ ആൾജിബ്ര ആണ് യൂസ് ചെയ്യുന്നത്. ഇത് പവർഫുൾ മെട്രിക്സ് ഫാക്ടറൈസേഷൻ മെത്തേഡ് ആണിത്. അപ്പൊ ഒരു റിയൽ ആയിട്ടുള്ള ഒരു മെട്രിക്സിനെ നമ്മൾ ഒരു 3 മെട്രിക്സ് ആയിട്ട് ഡീകമ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് A is equal to U sigma V transpose. ഇവിടെ കാണുന്നുണ്ടോ? A, ഇതാണ് ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം. A is equal to U sigma, ഈ സിമ്പിൾ അറിഞ്ഞൂടെ? സിഗ്മ V transpose. T മുകളിൽ എഴുതുന്നതിന് ട്രാൻസ്പോസ് എന്നാ പറയുന്നത് ഒരു മെട്രിക്സിന്. ഓക്കെ, അതെന്ന് പറയുന്ന ഒരു ഓർത്തോഗണൽ ഒരു മെട്രിക്സ് ആണ്. അതിന്റെ കോളംസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വാല്യൂസും, ഈ സിഗ്മ എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ അതും ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്, പക്ഷെ സിംഗുലർ വാല്യൂസ് ആണ്. അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും. ഓക്കെ, ട്രാൻസ്പോസ്, ഇതാണ് V ട്രാൻസ്പോസ് എന്നാണ് ഇത് എഴുതിയിരിക്കുന്നത്. അത് ഒരു ട്രാൻസ്പോസ്, നമ്മൾ കൊടുക്കുന്ന മെട്രിക്സിന്റെ ഒരു ട്രാൻസ്പോസ് ആണ്. ഞാനത് റൈറ്റ് സിംഗുലർ വാല്യൂസ് ആണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അതെനിക്കറിയാം. ഞാൻ അതിന്റെ എക്സാമ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇത്രമാത്രം ആലോചിച്ച് വയ്ക്കുക. സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെട്രിക്സിനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ഒരു 2 or 3 സിമ്പിൾ മാട്രിക്സ് ആക്കി ചേഞ്ച് ചെയ്യുന്നതാണ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ. ഓക്കെ, ഈസി കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത്രയും ആലോചിച്ച് വയ്ക്കാം. ഓക്കെ, പിന്നെ ഇതിന്റെ അപ്ലിക്കേഷൻസ് എവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഓക്കെ, അതായത് നമ്മുടെ നമ്പർ ഓഫ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ആ നെയിമിൽ തന്നെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് നമ്മുടെ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ നമ്മൾ ഡേറ്റാ സെറ്റിൽ കൊടുക്കുന്നത്. ആ ഫീച്ചേഴ്സിനൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ളത് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനെയും റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്യും. റെലവെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ മാത്രം സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ യൂസ് ചെയ്യുന്നത് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ആണ്. അതുപോലെ നോയ്സ് റിഡക്ഷൻ. ഓക്കെ, ഓൺലി ലാർജസ്റ്റ് സിംഗുലർ വാല്യൂസ് മാത്രം കീപ്പ് ചെയ്തിട്ട് നോയ്സിനൊക്കെ ഫിൽട്ടർ ചെയ്യും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡേറ്റാ സെറ്റിനെ പ്രോസസ് ചെയ്ത് മെഷീനിനെ ഈസിലി ലേൺ ചെയ്യിപ്പിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ ഡേറ്റ കംപ്രഷൻ, എങ്ങനെയാണ് ഇമേജ് കംപ്രഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ആണ്. ഓക്കെ, ദെൻ റെക്കമെൻഡഡ് സിസ്റ്റംസിലും അതായത് യൂസർ പ്രിഫറൻസസ് അനുസരിച്ചിട്ട് ഏതൊക്കെ ഇത് ആവശ്യമുണ്ട് എന്നുള്ളത് മാത്രം പ്രൊഡിക്റ്റ് ചെയ്യാനും അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്ററിംഗ് ആണ് നടക്കുന്നത്. അതൊക്കെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷന്റെ ഒരു ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഓക്കെ, ദെൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ്. ലെറ്റ്സ് ടേക്ക് ദിസ് മെട്രിക്. ഓക്കെ, A is equal to 3, 1. വാട്ട് ആർ ദ ഇതില് റോസ് ആൻഡ് കോളംസ് അറിയാലോ. റോസ് എന്ന് പറയുന്നത് 3ഉം 1ഉം, കോളംസ് എന്ന് പറയുന്നത് 1, 3, അങ്ങനെ 2 റോസും 2 കോളംസ് ആണ് ഈ മെട്രിക്സിനുള്ളത്. ഓക്കെ, അതിലെ നമ്മൾ ഡീകമ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ? U summation V transpose എന്ന് പറയുന്നത്. ഡീകമ്പോസ് ദിസ് മെട്രിക്സ് ഇൻടു U sigma
വി ട്രാൻസ്പോർട്ട്. ഓക്കെ, ട്രാൻസ്പോസ്. ഇതെന്ന് പറയുന്നത് എന്താണ്? 2 റോസും ഉണ്ട് 2 കോളംസും ഉണ്ട്. നമുക്ക് ഈ മെട്രിക്സിനെ എന്തെന്ന് പറയാം? 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞൂടെ? കേൾക്കുന്നുണ്ടോ? എന്റെ സ്ലൈഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്തിട്ടില്ലേ? സ്ലൈഡ്സ് സ്ട്രക്ക് ആവുകയാണെങ്കിൽ പറയണേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന സ്ലൈഡ് എന്ന് പറയുന്നത് ഡീകമ്പോസ് എ മെട്രിക്സ് ഇൻ ടു യു സിഗ്മ വി ട്രാൻസ്പോസ് അല്ലേ? അതെ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇരിക്കല്ലേ? ഉറക്കം വരുന്നുണ്ടോ? കുറെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഉണ്ടായിരുന്നോ? ആരൊക്കെ ഇതിന്ന് ലീവ് ചെയ്തേ? ക്ലാസ്സിൽ നിന്ന് ആരൊക്കെ ലീവ് ചെയ്തേ? ഉം, 17 ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മ്യൂട്ട് എ ട്രാൻസ്പോസ് എ. എന്താണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ എ ട്രാൻസ്പോസ് എങ്ങനെ എടുക്കുന്നതെന്ന് അറിയോ എല്ലാവർക്കും? അതായത് റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യാം. ഇതിലാണെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം 3 1 1 3 എന്നാണ്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെയാണ് റോസ് ആൻഡ് കോളംസ് ആയിട്ട് ചേഞ്ച് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 1 ഫസ്റ്റ് റോ ആക്കും, ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളം ആക്കും, സെക്കൻഡ് റോനെ സെക്കൻഡ് കോളം ആക്കും. ഓക്കെ, ഇതിൽ ബോത്ത് ചെയ്താലും സെയിം തന്നെ വരുന്നത് 3 1 1 3. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എ ട്രാൻസ്പോസ് എന്ന് എഴുതിയതിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഒന്നും തോന്നാത്തത്. മനസ്സിലായോ? ഓക്കെ, ഇതാണ് ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്, എ ട്രാൻസ്പോസ് എ. ഇതെങ്ങനെയാ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്നുള്ളത് എല്ലാവർക്കും അറിയോ? എങ്ങനെയാണ്? ഫസ്റ്റ് ഈ 3യും ഈ 3യും മൾട്ടിപ്ലൈ ചെയ്ത്, ഓക്കെ, ദെൻ പ്ലസ് 1ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഓക്കെ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് 9 + 1 എന്ന് കിട്ടിയിട്ടില്ലേ? 3 × 3 + 1 × 1 9 + 1. ഓക്കെ, ദെൻ അഗൈൻ ഫസ്റ്റ് റോ സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിലെ സെക്കൻഡ് കോളവും. ഓക്കെ, അങ്ങനെയാണ് 3 × 1 + 1 × 3, അങ്ങനെയാണ് 3 + 3 എന്ന് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് അത് അറിയാമെന്ന് വിചാരിക്കുന്നു. ദെൻ 1 3 സെക്കൻഡ് റോയും ഫസ്റ്റ് കോളമും, അതായത് 1 × 3 + 3 + 1 3 × 1. ഓക്കെ, അങ്ങനെയാണ് 3 + 3 എന്ന് കിട്ടിയിരിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എ ട്രാൻസ്പോസ് എ എന്നുള്ള മെട്രിക്സ് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, കമ്പ്യൂട്ട് എ ട്രാൻസ്പോസ് എ. നിങ്ങൾക്ക് ഈ സ്റ്റെപ്സ് ഒക്കെ പഠിച്ചു വെക്കണേ. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീകമ്പോസിഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. ഏത് മെട്രിക്സിന്റെ എ ട്രാൻസ്പോസ് എ എന്നുള്ള ഒരു മെട്രിക്സ് നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്തു, അതിന്റെ ഐഗൻ വാല്യൂസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ അറിയോ എല്ലാവർക്കും? അറിയാമോ? റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ ഞാനിങ്ങനെ ക്ലാസ് എടുത്ത് പോവേ. ഓക്കെ, ദെൻ അതിന്റെ ഐഗൻ വാല്യൂ എങ്ങനെ ഫൈൻഡ് ചെയ്യുന്ന? ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നത്? ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു ഇതുപോലൊരു ഡിറ്റർമിനന്റ്, ഇതിനെന്താ പറയുന്നത്? ഡിറ്റർമിനന്റ് എന്നാണ് പറയുന്നത്. അതിനുള്ളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു മെട്രിക്സ് കിട്ടും. എങ്ങനെ? 10 - ലാംഡ. എങ്ങനെയാ 10 - ലാംഡ വന്നത്? ഇവിടെ 10 ആണ്, മൈനസ് ലാംഡ ഐ എന്നാണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഏത് കാണാനായിട്ടുള്ളത്? ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുള്ളത്. എ ട്രാൻസ്പോസ് എ മൈനസ് ലാംഡ ഐ. എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്നത് നമ്മുടെ ഈ മെട്രിക്സ് ആയിരിക്കും. ദെൻ ലാംഡ ഐ, അങ്ങനെയാണ് 10 - ലാംഡ ഈ ഇക്വേഷൻ വരുന്നത്. ഡിറ്റർമിനന്റ് എങ്ങനെയാ കാണുന്നത്? ഈ രണ്ട് വാല്യൂസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ഈ രണ്ട് വാല്യൂസും മൾട്ടിപ്ലൈ ചെയ്യും. 10 - ലാംഡ ഇൻറ്റു 10 - ലാംഡ, അങ്ങനെയാണ് ഇത് സ്ക്വയർ വരുന്നത്. മൈനസ് 6 × 6 എത്ര? 36. അങ്ങനെ സോൾവ് ചെയ്തിട്ട് നമ്മൾ ലാംഡ വാല്യൂസ് ഫൈൻഡ് ചെയ്യും. ഈ ലാംഡ എന്ന് പറയുന്നതാണ് ഐഗൻ വാല്യൂസ്. അങ്ങനെ നമുക്ക് 2 ഐഗൻ വാല്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്, ലാംഡ 1ഉം ലാംഡ 2ഉം. ഓക്കെ, ദെൻ അപ്പൊ നമ്മൾ ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് എ ഫൈൻഡ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് സിംഗുലർ വാല്യൂ, അതായത് സിഗ്മ ഫൈൻഡ് ചെയ്യുക. സിഗ്മ, ഇതാണ് സിംഗുലർ വാല്യൂസ്. അതിനുള്ള ഫോർമുലയാണ് √ലാംഡ ഐ. ലാംഡ ഐ മീൻസ് എത്രയാണ്? നമുക്ക് ഇവിടെ എത്ര ഐഗൻ വാല്യൂസ് ഉണ്ടായിരുന്നു? 2 ഐഗൻ വാല്യൂസ്, ലാംഡ 1ഉം ലാംഡ 2ഉം. അപ്പൊ ഇവിടെ നമ്മൾ സിഗ്മ 1 എന്ന് പറയുന്നത് √16. അത് ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. എവിടുന്ന്? യെസ്, 4ഉം 16ഉം ഉണ്ട്. അപ്പൊ അതിൽ √16ഉം √4ഉം ചെയ്യുന്നു. അങ്ങനെ നമുക്ക്
നമ്മൾ സിഗ്മ ഫൈൻഡ് ചെയ്തു. അങ്ങനെയാണ് സിഗ്മ സെക്കൻഡ് മെട്രിക്സ് നമ്മൾ ഫൈൻഡ് ചെയ്തത്. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഫൈൻഡ് ഐഗൻ വെക്ടേഴ്സ് ഓഫ് എ ട്രാൻസ്പോസ് എ. ഓക്കെ, നമ്മൾ ആദ്യം ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐഗൻ വെക്ടേഴ്സ് ഫൈൻഡ് ചെയ്യണം. ഐഗൻ വെക്ടേഴ്സ് എങ്ങനെ ഫൈൻഡ് ചെയ്യാം? ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് 10 6 6 10. ഓക്കെ, 10 6 6 10 ഇതാണ് എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്നത് നമ്മുടെ മെട്രിക്സ്. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണം? ഐഗൻ വെക്ടേഴ്സ് ഫോർ ഈച്ച് ഏത് ഐഗൻ വാല്യൂസ്. ഓൾറെഡി നമ്മൾ 2 ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്തു, 16ഉം 4ഉം. അപ്പൊ ലാംഡ 16 ആവുമ്പോൾ ഈ ഫസ്റ്റ് ഐഗൻ വാല്യൂന് നമ്മുടെ ഐഗൻ വെക്ടർ എന്താണെന്ന് ഫൈൻഡ് ചെയ്യണം. അതിന്റെ ഫോർമുലയാണിത്. എ ട്രാൻസ്പോസ് എ ആ മെട്രിക്സ് മൈനസ് 16i. 16 എന്ന് പറയുന്നത് നമ്മുടെ ലാംഡ വാല്യൂ. നമ്മൾ നേരത്തെ ചെയ്തില്ലേ എ ട്രാൻസ്പോസ് എ മൈനസ് ലാംഡ ഐ, ആ ഫോർമുല തന്നെ. ഓക്കെ, അപ്പൊ ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ഒരു മെട്രിക്സ് ആണ് -6 ഇതെല്ലാം നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് 2 വാല്യൂസ് ആണ് കിട്ടുന്നത്, x1ഉം x2ഉം. അതെന്ന് പറയുന്നത് എന്താണ്? 1 1 ആണ്. ഓക്കെ, കാരണം എന്താ? ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ പറയാം. ഓക്കെ, സി ഓക്കെ, അപ്പൊ ഐഗൻ വെക്ടർ ഐഗൻ വാല്യൂ ലാംഡ ആണെങ്കിൽ 16 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂ വെക്ടർ എന്ന് പറയുന്നത് ആയിരിക്കും v1 എന്ന് പറയുന്നത് x1ഉം x2 ആണ്. ഓക്കെ, ഈ വാല്യൂസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതിനെ നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാന്ന് അർത്ഥം. ഓക്കെ, നോർമലൈസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ്, ഇതിങ്ങനെ കാണിക്കുന്നതാണ് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇവിടെ എന്ത് വാല്യൂ ആണ്? ഇപ്പൊ സപ്പോസ് ഇവിടെ 2ഉം 3ഉം ആയിരുന്നെങ്കിൽ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്നായിരിക്കും. ഇവിടെ 1 and 1 ആയതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ അതിന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് √2. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വെക്ടറിനെ നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടിട്ട് ഇത് ഏതാണോ വെക്ടർ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, v1 എന്ന് പറയുന്ന ഈ മെട്രിക്സ് ഡിവൈഡഡ് ബൈ വാട്ട്? ദ ഡിറ്റർമിനന്റ് ഓഫ് v1. അങ്ങനെയാണ് നമ്മൾ ഇതിനെ നോർമലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് ഇതാണ് 1 and 1 ഈ മെട്രിക്സ് ആണ്. നോർമലൈസ് ചെയ്യുമ്പോൾ v1 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ്. ഡിറ്റർമിനന്റ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യുന്നത്? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. 2 and 1 ആയിരുന്നെങ്കിൽ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അങ്ങനെ വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഐഗൻ വെക്ടേഴ്സ് ലാംഡ 16 ഫൈൻഡ് ചെയ്തു. ഇതേപോലെ തന്നെ ലാംഡയ്ക്ക് നമുക്ക് വേറൊരു വാല്യൂ ഉണ്ടായിരുന്നു 4. അപ്പൊ ആ വാല്യൂ വെച്ചിട്ടും നമ്മൾ ഐഗൻ വെക്ടേഴ്സ് ഫൈൻഡ് ചെയ്യും. ഓക്കെ, ഫോർ ലാംഡ 4 ഓൾസോ വി നീഡ് ടു ഫൈൻഡ് ദി ഐഗൻ വെക്ടർ. അപ്പൊ നമുക്ക് v2 എന്നുള്ളൊരു ഐഗൻ വെക്ടർ മെട്രിക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് x1ഉം x2ഉം വരുന്നത്. 1ഉം -1 ആണ് നമുക്ക് കിട്ടുക. നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഈ v2 എന്ന് പറഞ്ഞ മെട്രിക്സ് ഡിവൈഡഡ് ബൈ അതിന്റെ എന്താണ്? ഡിറ്റർമിനന്റ്. ഓക്കെ, ഇവിടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് √2 ആണ്. ഓക്കെ, അതുകൊണ്ടാണ് 1/√2 എന്ന് എഴുതിയിരിക്കുന്നത്. ആക്ച്വലി ദിസ് മെട്രിക്സ് ഡിവൈഡഡ് ബൈ √2 ആണ്. ഓക്കെ, അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ √2 ബോത്ത് എടുക്കണം. ഓക്കെ, അപ്പൊ v2 എന്നുള്ളൊരു മെട്രിക്സും കിട്ടും, നമുക്ക് ഇവിടെ v1 എന്നുള്ളൊരു മെട്രിക്സും കിട്ടും. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് v എന്നുള്ളൊരു മെട്രിക്സ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 1/√2 ഇവിടെ 1/√2 -1/√2. എന്താണ്? v2 എന്നുള്ള മെട്രിക്സിൽ ഇവിടെ 1ഉം -1ഉം ആണ്. അതുകൊണ്ടാണ് ഇവിടെ 1/√2ഉം -1/√2ഉം വന്നിട്ടുള്ളത്. ഓക്കെ, ആക്ച്വലി ഈ 1/√2നെ നമ്മൾ ഇവിടേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് സ്റ്റെപ്പ് 4 ഫൈൻഡ് ചെയ്തത്. എന്താണ്? നമ്മൾ ഐഗൻ വെക്ടേഴ്സ് ആണ് ഫൈൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റ്ലി കമ്പ്യൂട്ട് ചെയ്തത് യു എന്ന് പറയുന്നത് എന്താണ്? എ വി സിഗ്മ ഇൻവേഴ്സ്. ഓൾറെഡി നമ്മൾ സിഗ്മ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, വി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്, എ എന്താണെന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യു എന്നുള്ളത് കിട്ടും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എ വി ചെയ്യുന്നു. എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മുടെ പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളതാണ് ഈ മെട്രിക്സ്. വി എന്നുള്ളത് നമ്മളിപ്പോ ഐഗൻ വെക്ടേഴ്സ് വെച്ചിട്ട് ഫൈൻഡ് ചെയ്തു. ഓക്കെ, ദെൻ അത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ വാല്യൂസ് കിട്ടുന്നു. ദെൻ അഗൈൻ സിഗ്മ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിഗ്മ എന്നുള്ളത് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ആ സിഗ്മ എന്നുള്ള മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ കംപ്ലീറ്റ് 5th സ്റ്റെപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാ എ വി ഫൈൻഡ് ചെയ്യുന്നത്? എ ഓൾറെഡി തന്നിട്ടുണ്ട്, വി ഉണ്ട്. അതിനെ എങ്ങനെയാണ് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളം ഏതാണ്? 3 and 1. ഈ ഫസ്റ്റ് കോളവും
ഈ ഫസ്റ്റ് ഇതായിട്ട് 3 and 1 ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും, ഈ 3 1 ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ 1 3 ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും, 1 3 ആയിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും എങ്ങനെയാണ് ഫസ്റ്റ് റോയിന്റെ റിസൾട്ട്. ഓക്കെ, ദെൻ സെക്കൻഡ് റോന്റെ റിസൾട്ടും എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് എ വി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നത്. എല്ലാ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഈ സ്ലൈഡ്സിലുണ്ട്. ഞാൻ ഈ സ്ലൈഡ്സ് ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഗോ ത്രൂ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെ ക്ലാസ് കേട്ടോണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല, മാത്തമാറ്റിക്കൽ പ്രോബ്ലം ആണ്. അപ്പൊ നിങ്ങൾ അത് നോക്കുക തന്നെ വേണം. ഓക്കെ, ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാമോ? സൗണ്ട് ഒന്ന് കേൾക്കട്ടെ. ഓക്കെ ഓക്കെ, ഈ സ്ലൈഡ്സ് ഞാൻ ഷെയർ ചെയ്യാം. അപ്പൊ ഈ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എ വി ഫൈൻഡ് ചെയ്തു. ഇനി അതിന്റെ കൂടെ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സിഗ്മ ഇൻവേഴ്സ്. സിഗ്മ ഓൾറെഡി നമ്മൾ അറിയാം, 4 0 0 2 ഇതാണ് വാല്യൂസ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇൻവേഴ്സ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യാം? ഇങ്ങനെയാണ് ഇൻവേഴ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ ഇത് രണ്ടും കൂടെ നമ്മൾ അഗൈൻ മൾട്ടിപ്ലൈ ചെയ്യുക. ഓൾറെഡി നമ്മൾ ഇവിടെ എ വി ഫൈൻഡ് ചെയ്തു. ദെൻ എ വി വിത്ത് ഈ സിഗ്മ ഇൻവേഴ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യു എന്നുള്ള മെട്രിക്സ് കിട്ടും. ഓക്കെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ തന്നിരിക്കുന്നത്. ആക്ച്വലി ചിലപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തരാം. ഒരു മെട്രിക്സ് തന്നിട്ട് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ വഴി അതിനെ ഡീകമ്പോസ് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് ഫൈൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 സ്റ്റെപ്സും ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. സിമ്പിൾ ആണ്, നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഏതൊക്കെ സ്റ്റെപ്സ് എന്ന് ആലോചിച്ച് വെക്കുക. ഇതാണ് കംപ്ലീറ്റ്ലി മെട്രിക്സ് ആണ്. അപ്പൊ അതിൽ എങ്ങനെയാണ് ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യേണ്ടത്, ഐഗൻ വെക്ടർ എങ്ങനെയാ ഫൈൻഡ് ചെയ്യേണ്ടത്, പിന്നെ ഇൻവേഴ്സ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യേണ്ടത്, ട്രാൻസ്പോസ് എങ്ങനെയാ ഫൈൻഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. ഇതിൽ എക്സാമ്പിൾ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ വരുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അറിയാലോ, ഫസ്റ്റ് എലിമെന്റിനും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ നോർമലി ഈ മൾട്ടിപ്ലിക്കേഷൻ ഓൾറെഡി പറഞ്ഞതാണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, ഫൈനലി നമുക്ക് യു എന്നുള്ളൊരു മെട്രിക്സും കിട്ടി. ഓക്കെ, അപ്പൊ ഫൈനൽ ഡീകമ്പോസിഷൻ എന്താണ്? നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നത് എന്താണ്? എ എന്നുള്ള ഒരു മെട്രിക്സിനെ യു ഇൻറ്റു സിഗ്മ ഇൻറ്റു വി ട്രാൻസ്പോസ് എന്നുള്ളൊരു മെട്രിക്സ് ആയിട്ടാണ് നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നത് അല്ലെ? നമ്മളെല്ലാം ഫൈൻഡ് ചെയ്തു. യു എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്, സിഗ്മ എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ്, വി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഡീകമ്പോസിഷൻ വരുന്നത്. അപ്പൊ ഒരു സിംഗിൾ മെട്രിക്സിനെ നമ്മൾ ഒരു പ്രോഡക്റ്റ് ഓഫ് 3 മെട്രിക്സ് ആയിട്ടാണ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷനിൽ നമ്മൾ ചെയ്തത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മുടെ ഡീകമ്പോസിഷൻ മെത്തേഡ് ഫിനിഷ് ചെയ്തു. അടുത്ത് വരുന്നതാണ് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ. ഓക്കെ, ഇതൊക്കെ എന്തായിരുന്നു? മെട്രിക്സ് ഡീകമ്പോസിഷൻ മെത്തേഡ്സ് ആണ്. ഓക്കെ, ഈ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ഞാൻ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ഐഗൻ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതും നമ്മൾ എന്തിലാണ് യൂസ് ചെയ്യുന്നത്? ലീനിയർ ആൾജിബ്രയിൽ യൂസ് ചെയ്യുന്നതാണ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്ക്വയർ മെട്രിക്സ് ഉണ്ടല്ലോ, ആ സ്ക്വയർ മെട്രിക്സിനെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത്? ഇതൊരു ലീനിയർ ആൾജിബ്ര ടെക്നിക് ആണ്. എന്തിനാണ്? ഡീകമ്പോസിഷൻ ടെക്നിക് ആണ്. ഇവിടെ നമ്മൾ സ്ക്വയർ മെട്രിക്സിനെ ഇറ്റ് വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വാട്ട്? ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്. ഓക്കെ, ഇതില് കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റാ സയൻസിൽ, ഫിസിക്സിൽ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, നമ്മളിപ്പോ പഠിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മെഷീൻ ലേണിംഗിലൊക്കെ ഈ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യുമ്പോൾ, അതായത് ഡേറ്റാസിനെ നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ അതിന്റെ ബിഹേവിയർ ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ ഈ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ്, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ. ഓക്കെ, അപ്പൊ ഈ യൂണിറ്റില് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ, പിന്നെ സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ, അതിന് അനദർ നെയിം ആണ് ഐഗൻ വാല്യൂ ഡീകമ്പോസിഷൻ, പിന്നെ വരുന്നതാണ് പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ്. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പഠിക്കേണ്ടത്. ഇത് 3ഉം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂണിറ്റ് ഫിനിഷ് ചെയ്യും. ഓക്കെ, എന്റെ ആഗ്രഹം ഇന്ന് ഈ യൂണിറ്റ് ഫിനിഷ് ചെയ്യണം എന്നായിരുന്നു. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ വെറുതെ ജസ്റ്റ് റിവൈസ് ചെയ്യാം. എന്താ തോന്നുന്നത്? ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യോ? കേൾക്കുന്നുണ്ടോ? കംപ്ലീറ്റ് ആക്കണ്ട മിസ്സേ. എന്റെ ആഗ്രഹമില്ലേ? ചെറുതായിട്ടില്ല. തുടങ്ങിയതാ മിസ്സേ, 9 മണിക്ക് തുടങ്ങിയതാ. ക്ലാസ് തുടങ്ങിയതാണോ? ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇനിയിപ്പോഴും പിന്നെ ശ്രീരാജ് സാറിന് ക്ലാസ് കഴിഞ്ഞല്ലോ. അതെയോ? ഇനി എന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് വേറെ ക്ലാസ് ഉണ്ടോ? ഉണ്ടെന്ന് പറയണ്ട്, ഞാൻ അറിഞ്ഞോടത് ഇല്ല. ഓക്കെ, നമുക്ക് മാക്സിമം ഇന്ന് കഴിക്കുന്നത് കഴിക്കാം. പക്ഷെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ശരിക്കും പറ, അതായത് സ്ലൈഡ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? ആരും റിപ്ലൈ ഇല്ലല്ലോ.
ശരി. ഓക്കെ, അപ്പൊ ഈ സ്പെക്ട്രൽ ഡീകമ്പോസിഷനിലും നമ്മൾ എന്താണ്, ഒരു മെട്രിക്സ് ഉണ്ടായിരിക്കും, സ്ക്വയർ മെട്രിക്സ് ഉണ്ടായിരിക്കും, അതിനൊരു ഫോർമാറ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻവേഴ്സ്. ഈ ക്യൂ ഇൻവേഴ്സ് എന്നാണ് ഈ -1 എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇത് എന്ത് ഫോമിലാണ് നമ്മൾ കാണിക്കുന്നത്, ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും. നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, ഈ യൂണിറ്റ് കംപ്ലീറ്റ് മെട്രിക്സ് ആണ്. അപ്പൊ ഈ മെട്രിക്സിലുള്ള കോമൺ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളത് പഠിക്കണം, എങ്ങനെയാ ട്രാൻസ്പോസ് ആണെന്നുള്ളത് പഠിക്കണം. ഓക്കെ, പിന്നെ ഈ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും എങ്ങനെയാ ഫൈൻഡ് ചെയ്യാന്നുള്ളത് മാത്രം പഠിച്ചു വെച്ചാൽ തന്നെ ഇതിൽ എന്ത് പ്രോബ്ലംസ് ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. എത്രയൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് ആലോചിച്ച് വെക്കുക. ഇപ്പൊ 3 ടേംസ് ആണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഏത്, സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ, സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ, ദെൻ PCA. ഈ 3 എണ്ണമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഈ 3 എണ്ണത്തിലും നമുക്ക് ഒരു സ്റ്റെപ്സ് ഉണ്ട്, എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത്. ആ സ്റ്റെപ്സ് മാത്രം പഠിച്ചു വെക്കുക. അപ്പൊ ഒരു എക്സാമ്പിൾ തന്നാലും നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ ഈസിലി ചെയ്യാൻ പറ്റും. ആ സ്റ്റെപ്സിന് ഇടയിൽ വരുന്ന എന്താണ്, ഈ മെട്രിക്സിന്റെ മൾട്ടിപ്ലിക്കേഷനും ട്രാൻസ്പോസും ഇൻവേഴ്സും ഒക്കെയാണ്. അപ്പൊ ഇത് ഈസിലി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ സ്പെക്ട്രൽ ഡീകമ്പോസിഷനിൽ എന്തിനാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്, അതിന്റെ എപ്പോഴാണ് നമുക്ക് അത് പോസിബിൾ ആവാൻ ഞാൻ പറഞ്ഞു ഓൾറെഡി, സ്ക്വയർ മെട്രിക്സ് ആവണം. ഓക്കെ, പിന്നെ അത് സിമെട്രിക് ആയിരിക്കണം. ഓക്കെ, പിന്നെ റിയൽ ഐഗൻ വാല്യൂസ് ആയിരിക്കണം, അതായത് ഇമാജിനറി വാല്യൂസ് ഒന്നും ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അത് എന്തിന്റെ മെട്രിക്സ് ആണ്, ഐഗൻ വാല്യൂസിന്റെയും ഐഗൻ വെക്ടേഴ്സിന്റെയും മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇത് വളരെ ഈസി ആണെന്നേ. നിങ്ങളൊന്ന് നോക്കൂ, ഈ എക്സാമ്പിൾ ഒന്ന് വെച്ച് നോക്കൂ. എഗൈൻ നമ്മൾ ഇതാ ചെയ്യാൻ പോകുന്നത്, സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ. നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഇവിടെ, സ്ക്വയർ മെട്രിക്സ് ആണ്. ഓക്കെ, സിമ്പിൾ മെട്രിക്സ് അല്ലേ. അപ്പൊ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ ചെയ്തു. ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താ, ഇത് ഓർത്ത് വെക്കുക. ഡിറ്റർമിനന്റ് ഓഫ് A - λI = 0. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല, ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ മൈനസ് ചെയ്യുന്നു. ഇതിങ്ങനെ ചെയ്യുമ്പോ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നോ, ആരും എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ ഇത് എങ്ങനെ കിട്ടിയെന്ന്. λ² - 7 λ + 11 = 0. അതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അതെങ്ങനെ സോൾവ് ചെയ്യുന്നത്, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താ, ലാംഡ വാല്യൂ. ലാംഡ എന്ന് പറയുന്നത് എന്താണ്, ഐഗൻ വാല്യൂസ്. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാം, നിങ്ങളൊരു ഫോർമുല കേട്ടിട്ടുണ്ടോ, -b ± √b² - 4ac/2a. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടില്ലേ? നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളത് -b ± √b² - 4ac/2a. ഓർമ്മയില്ലേ? ആ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഏത്, ലാംഡയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് സിമ്പിൾ മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ഈസിലി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യുന്നതാണ്. അത് ഫൈൻഡ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഐഗൻ വെക്ടേഴ്സ് ഫൈൻഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി മറ്റേ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷനിൽ ഫൈൻഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഓർത്ത് വെക്കുക, ഈ 3 പഠിക്കാനുള്ള ഈ 3 സ്റ്റെപ്സും പഠിച്ചു വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ എന്തായിരുന്നു, ഐഗൻ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് എന്താണ്, ആ ഐഗൻ വാല്യൂസിന് നമ്മൾ ഐഗൻ വെക്ടേഴ്സ് ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതും ഫൈൻഡ് ചെയ്യുന്നു. ഫൈനൽ എന്ന് പറയുന്നത് എന്താണ്, സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ നമുക്ക് ഓൾറെഡി ആൻസേഴ്സ് കിട്ടുന്നു. ഓക്കെ, ക്യൂവും കിട്ടി, നമ്മുടെ ഈ മെട്രിക്സും കിട്ടി. ഓക്കെ, ഫോം ദ മെട്രിക്സ്. എങ്ങനെയാ ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ദെൻ ട്രാൻസ്പോസ് എന്നുള്ള ഒരു മെട്രിക്സ് ഉണ്ട്. എങ്ങനെയാ ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യുക, അറിയില്ലേ, 4 1 1 3. ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിനെ ഈ റോനെ കോളം ആക്കും, 4 1 1 3 എഗൈൻ കോൾ ആക്കും. ഓക്കെ, ഇങ്ങനെ ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന മെട്രിക്സ് ഒക്കെ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും സെയിം ആയിട്ടാണ് വരുന്നത്. ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് വേറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾ ആഡ് ചെയ്തിട്ട് സ്ലൈഡ്സിൽ ഒന്നും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഈ സ്ലൈഡ്സും ഞാൻ ഷെയർ ചെയ്യാം. ഈ സ്ലൈഡ്സ് ഈസി ആയിട്ട് കാണുമ്പോൾ ഈസി ആയിട്ട് പഠിക്കാൻ തോന്നുന്നുണ്ടോ? റിപ്ലൈ ഒന്നുമില്ല. ഓക്കെ, അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ്, പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്, ക്വാഡ്രാറ്റിക് ഫോം ഒപ്റ്റിമൈസേഷൻ, സോൾവിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കൊവേരിയൻസ് മെട്രിക്സ് അനാലിസിസ്. ഇതൊക്കെയാണ് ഇതിന്റെ അപ്ലിക്കേഷൻസ്. മേജർ അപ്ലിക്കേഷൻ എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്. അത് മറക്കരുത്. ഓക്കെ, ഏതിന്റെ അപ്ലിക്കേഷൻ ആണ്, സ്പെക്ട്രൽ ഡീകമ്പോസിഷന്റെ. ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ഡീകമ്പോസിഷൻ ഒക്കെ നമ്മൾ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെട്രിക്സിനെ ഡീകമ്പോസ് ചെയ്ത് ചെറിയ ചെറിയ മെട്രിക്സ് ആക്കി മാറ്റുന്നു. അത് എന്തിനാ ചെയ്യുന്നത്, നമ്മുടെ ഡേറ്റാസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെലവെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീകമ്പോസിഷൻ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്.
അപ്പൊ നമ്മൾ രണ്ട് മേജർ ടേംസ് കഴിഞ്ഞു കേട്ടോ. ഏതായിരുന്നു? സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ആൻഡ് സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ. പിന്നെ ഞാൻ ഒരെണ്ണം കൂടി പറഞ്ഞിരുന്നു, അതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഓർക്കുന്നുണ്ടോ? എന്താണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ? ഞാൻ പറഞ്ഞത് എന്തായിരുന്നു? നമ്മുടെ ആവശ്യമുള്ള ഇൻപുട്ട് വേരിയബിൾസിനെ മാത്രം, റെലവെന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ മാത്രം നമ്മൾ ഡേറ്റ സെറ്റ്സിൽ പ്രിസർവ് ചെയ്യുക, ബാക്കിയുള്ളതിനെല്ലാം റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അത്രമാത്രം ആലോചിക്കുക. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് എന്താണ്? ഇറ്റ്സ് എ റിഡക്ഷൻ. എന്ത് റിഡക്ഷൻ ആണ്? ഇറലവെന്റ് ആയിട്ടുള്ളത്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സിനെ, അൺവാണ്ടഡ് ഫീച്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസിനെ മാത്രം പ്രിസർവ് ചെയ്യുന്നതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മോഡലിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഓവർ ഫിറ്റിംഗ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓവർ ഫിറ്റിംഗ് എന്താണ്? എക്സസീവ് ആയിട്ടുള്ള ഡേറ്റാസ് കൊടുക്കുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കാരണം റെലവെന്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും? കമ്പ്യൂട്ടേഷൻ നമുക്ക് ഒന്നുകൂടെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. അങ്ങനെ ഡേറ്റ വിഷ്വലൈസേഷനും ഒക്കെ എല്ലാം മോർ മാനേജബിൾ ആക്കാൻ പറ്റും. അതാണ് ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഓക്കെ, ദെൻ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യുന്നത്? ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, റിമൂവ് നോയ്സ് ആൻഡ് നമുക്ക് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ സ്പീഡ് അപ്പ് ആക്കാൻ പറ്റും, പിന്നെ വിഷ്വലൈസേഷൻ ഈസി ആക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്സ്? ഞാൻ പറഞ്ഞു പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്, അതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതാണ് ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്കിൽ വരുന്നത്. ഓക്കെ, പിന്നെ ലീനിയർ ഡിസ്ക്രിമിനന്റ് അനാലിസിസ്, ഇങ്ങനെ ഒരു മെത്തേഡും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു വെക്കുക. ബട്ട് നിങ്ങൾ പഠിക്കേണ്ടത് PCA മാത്രം പഠിച്ചു വെച്ചാൽ മതി. പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അതൊരു ലീനിയർ ടെക്നിക് ആണ്. എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അഗൈൻ നമ്മുടെ മാക്സിമം വേരിയൻസ്, അതായത് മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നറിയോ? ഐഗൻ വാല്യൂ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ SVD. ഐഗൻ വാല്യൂ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? അനദർ നെയിം സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ. അല്ലെങ്കിൽ SVD എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ. അതാണ് ഈ ടെക്നിക്കലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ടോപ്പ് ആയിട്ടുള്ള കോമ്പണൻസിനെ മാത്രം ചൂസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ PCA ചെയ്യുന്നത്, പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് കാണാം എന്താണ് പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെയും കണ്ടത് എന്തായിരുന്നു? സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ കണ്ടു, സ്പെക്ട്രൽ ഡീകമ്പോസിഷൻ കണ്ടു. പിന്നെ വന്നതാണ് എന്ത്? ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ വരുന്ന ഒരു ടെക്നിക്കാണ് പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ്. ഓക്കെ, ഈ പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ് ഞാൻ പറഞ്ഞു എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അൺവാണ്ടഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊരു ലീനിയർ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ടെക്നിക്ക് ആണെന്ന് മാത്രം ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? മാക്സിമം ഇൻഫർമേഷനെ മാത്രം അതിൽ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതൊരു ലീനിയർ ഡയമെൻഷനാലിറ്റി ടെക്നിക്ക് ആണ്. പിന്നെ മാക്സിമം ഇൻഫർമേഷനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആവശ്യമുള്ള ഇൻഫർമേഷനെ മാത്രം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഗോൾസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്പർ ഓഫ് ഫീച്ചേഴ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന ഒരു ഫോർമുലാസ് ഉണ്ട്, കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് 3 എണ്ണത്തിലാണ് നമ്മൾ സ്റ്റെപ്സ് പഠിക്കേണ്ടത്. ഒന്ന് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷനിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് പഠിക്കണം. ദെൻ ഏതില്? സ്പെക്ട്രൽ ഡീകമ്പോസിഷനിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉണ്ടെന്ന് പഠിക്കണം. അതുപോലെ ഈ പ്രിൻസിപ്പൽ കോമ്പോണന്റ് അനാലിസിസിലും വരുന്ന സ്റ്റെപ്സ് എന്താണെന്ന് പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് ദ ഡേറ്റ. നമുക്ക് തരുന്ന ഡേറ്റനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അതിനുള്ള ഒരു ഫോർമുലയാണ് x മൈനസ് മീൻ ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആയിരിക്കും. അതിൽ നിന്ന് മീൻ, ഇതിന്റെ മീൻ കണ്ടിട്ട് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അതാണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം നമുക്ക് എല്ലാ ഫീച്ചേഴ്സിനും 0 മീൻസ് അല്ലെങ്കിൽ യൂണിറ്റ് വേരിയൻസ് കൊടുക്കുക എന്നുള്ളത് ഉണ്ടാവണം. അത് മേക്ക് ഷുവർ ചെയ്യണം നമുക്ക് എന്താണ്? എല്ലാ ഫീച്ചേഴ്സിനും 0 മീനും യൂണിറ്റ് വേരിയൻസ് ആണുള്ളത്, യൂണിറ്റ് വേരിയൻസും ആണെന്നുള്ളതാണ്. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് ദി ഡേറ്റ. നമുക്കൊരു മെട്രിക്സ് തന്നാൽ, ഞാൻ ഇതിൽ എക്സാമ്പിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസ് ദി ഡേറ്റ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ കോവേരിയൻസ് ആണ്. അപ്പൊ ഇതൊക്കെ കാണാനുള്ള ഫോർമുലാസ് ഉണ്ട്. ജസ്റ്റ് നമ്മൾ ഈ മെട്രിക്സിൽ ഇതൊക്കെ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ഈ ഫീച്ചേഴ്സിനുള്ള റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് കോവേരിയൻസ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, എല്ലാ ഫീച്ചേഴ്സും ഇന്റർ റിലേറ്റഡ് ആയിരിക്കും.
ആ ഇന്റർ റിലേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോവാരിയൻസ് മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോ എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സിനെ മാത്രം നമുക്ക് അപ്പോൾ എടുക്കാൻ പറ്റും. ഓക്കെ, ഒരു ബന്ധമില്ലാത്ത ഫീച്ചേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ആവശ്യമുള്ള ഫീച്ചേഴ്സ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗെയിൻ കമ്പ്യൂട്ട് ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്. നമ്മൾ മറ്റേ മെത്തേഡ്സിലൊക്കെ കണ്ടതാണ് എങ്ങനെയാണ് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഫൈൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതാണ് തേർഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡർഡൈസ് ദി ഡേറ്റ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ദ കോവേരിയൻസ് മെട്രിക്സ്, ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ മെട്രിക്സിലൊക്കെ നമ്മൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എല്ലാതും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ നല്ല ടോപ്പ് വാല്യൂസിനെ മാത്രമാണ് ചൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ, ഈ ഫൈൻഡ് ചെയ്തിട്ടുള്ള ഐഗൻ വാല്യൂസിൽ നിന്ന് ടോപ്പ് ആയിട്ടുള്ള വാല്യൂസ്, അതായത് ഹയസ്റ്റ് വാല്യൂസിനെ മാത്രം നമ്മൾ ചൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ആ ഡേറ്റാസിനെ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റ പ്രൊജക്ട് ചെയ്യുന്നത്. ഓക്കെ, ഒറിജിനൽ ഡേറ്റനെ അതിന്റെ ബേസിസിൽ നമ്മൾ ഫൈൻഡ് ചെയ്യും. അത് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. നോർമൽ നമ്മുടെ മെട്രിക്സിൽ നിന്ന് നമ്മൾ ഫീച്ചേഴ്സിന്റെ റിലേഷൻഷിപ്പ് ഒക്കെ നോക്കി മാട്രിക്സിനെ റെഡ്യൂസ് ചെയ്തു. അങ്ങനെ റെഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് എക്സ് റെഡ്യൂസ്ഡ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആ മെട്രിക്സ് എന്ന് പറയുന്നതാണ്. ഈ W എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്തിട്ട് അതിൽ ടോപ്പ് വാല്യൂസിനെ മാത്രം ചൂസ് ചെയ്യാന്ന് പറഞ്ഞു. ആ വാല്യൂ ആണ് ഈ W എന്ന് പറയുന്നത്. ഓക്കെ, അത് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു. നോർമലി എന്താണ്, ഫേസ് റെക്കഗ്നിഷന് യൂസ് ചെയ്യാം, കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇമേജ് കംപ്രഷൻ, നോയ്സ് റിഡക്ഷൻ, ഇതൊക്കെയാണ് ഇതിന്റെ മേജർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. PCA എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കോമ്പണന്റ് അനാലിസിസ്. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് ആലോചിക്കേണ്ടത്, ഇതൊരു അൺസൂപ്പർവൈസ്ഡ് ആണ്. അൺസൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലേബിൾഡ് ആയിരിക്കില്ല, അൺലേബിൾഡ് ഡേറ്റാസ് ആയിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിയല്ലോ. PCA എക്സാമ്പിൾ നോക്കൂ. ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു 2 ഡയമെൻഷനിലുള്ള ഒരു ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ 1 ഡയമെൻഷണൽ ഡേറ്റ ആക്കാമെന്നാണ് നമ്മൾ റെഡ്യൂസ് ചെയ്യല്ലേ ചെയ്യുന്നത്. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ ആണ്. അപ്പോൾ ഈ 2 ഡയമെൻഷനിലുള്ള ഡേറ്റാസിനെ 1 ഡയമെൻഷനിലേക്ക്, അത് 2Dയിലുള്ള ഡേറ്റാസിനെ 1D ആക്കാണ് ചെയ്യുന്നത്. ഇതിലൂടെ ഇപ്പൊ എത്ര പോയിന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, എത്ര റോസ് ഉണ്ട്, 1 2 3 and 4, റൈറ്റ്? 4 റോസും ഉണ്ട്, 2 കോളംസും ഉണ്ട്. അപ്പൊ 4 ഡേറ്റ പോയിന്റ്സ് ആണുള്ളത്, 2 ഫീച്ചേഴ്സും ആണ് ഈ മെട്രിക്സ് വെച്ചിട്ട് ഉള്ളത്. നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, സ്റ്റാൻഡർഡൈസ് ദ ഡേറ്റ. സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ മീൻ കാണണം. അപ്പൊ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് എന്താണ്, 2.5 0.5 2.2 1.9. അതിന്റെ മീൻ എന്ന് പറയുന്നത് എങ്ങനെയാ കാണാം, ഇത് ഫുള്ള് ആഡ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അത് ഡിവൈഡ് ചെയ്യുക. അതല്ലേ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കോളത്തിനെ ഫുൾ ആഡ് ചെയ്തിരിക്കുന്നു, ഡിവൈഡ് ബൈ 4 എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ടോ അതിന് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് മീൻ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കോളത്തിനും നമ്മൾ മീൻ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ കിട്ടി, ഒരു മെട്രിക്സ് കിട്ടി. എങ്ങനെ, എക്സ് മൈനസ് മ്യൂ. മ്യൂ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ ഫൈൻഡ് ചെയ്തിട്ടുള്ള ഈ വാല്യൂ, മീൻ. അതൊരു മെട്രിക്സ് ആണ്. ഓക്കെ, 1.775 and 2.05 എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള മീൻ ആയിട്ടുള്ള ഈ മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ മെട്രിക്സ് കിട്ടും. അതാണ് എക്സ് സെന്റേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സ്റ്റാൻഡർഡൈസ് ദി ഡേറ്റ. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, കോവേരിയൻസ് മെട്രിക്സ്. കോവേരിയൻസ് മെട്രിക്സ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്തത്, ഈ ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്താണ്, 1/n-1 എക്സ് ട്രാൻസ്പോസ്, എക്സ് സെന്റേർഡിന്റെ ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് സെന്റേർഡ്. എക്സ് സെന്റേർഡ് എന്ന് പറയുന്നത് എന്താണ്, ഇത്. അതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക, റോസ് കോളംസ് ആവും, കോളംസ് റോസ് ആയിട്ട് മാറും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ മെട്രിക്സിൽ നിങ്ങൾ എല്ലാം പഠിക്കേണ്ടത് എന്താണ്, ട്രാൻസ്പോസും ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഒക്കെയാണ്. ഓക്കെ, അപ്പൊ കോവേരിയൻസ് മെട്രിക്സ് ഫൈൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഈച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് കോവേരിയൻസ് മെട്രിക്സ് കാൽക്കുലേഷൻ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ട്രാൻസ്പോസ് ഫൈൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ മാനുവലി ചെയ്യുക കേട്ടോ, ചെയ്ത് നോക്കുക നിങ്ങളൊരു പേപ്പറിൽ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതിന്റെ എക്സ്പ്ലനേഷൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതെന്നുള്ളത്, ആർക്കെങ്കിലും അറിയാത്തത് ഉണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഡിവൈഡ് ചെയ്യുക. എന്തുകൊണ്ട്, കോവേരിയൻസിന്റെ ഒരു ഫോർമുലയിൽ ഉണ്ടായിരുന്നു n-1 എന്നുള്ളത്, അത് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, 4 ആണ്, 4 - 1 എന്ന് പറയുന്നത് 3. അപ്പൊ 1/3 വെച്ചിട്ട് ഇത് ചെയ്യുക. അത് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഡെസിമൽ ആയിട്ടുള്ള ഈ വാല്യൂസ് കിട്ടും. ഓക്കെ, ഈ മെട്രിക്സ് ഫോം ചെയ്യും.
അപ്പൊ കോവേരിയൻസ് ഫൈൻഡ് ചെയ്തു. കോവേരിയൻസ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ്. അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? കമ്പ്യൂട്ട് ദി ഐഗൻ വാല്യൂസ് ആൻഡ് ഐഗൻ വെക്ടേഴ്സ്. ഏതിന്റെ? കോവേരിയൻസ് ഈ മെട്രിക്സിന്റെ, ഈ സിമ്പിൾ മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും. എങ്ങനെ ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യുക? നമ്മുടെ ഫോർമുലയുണ്ട്, നോർമൽ ഫോർമുല ഏതായിരുന്നു? ഡിറ്റർമിനന്റ് ഓഫ് സി മൈനസ് ലാംഡ ഐ. ഓക്കെ, സി എന്ന് പറയുന്നത് നമ്മുടെ കോവേരിയൻസ് മെട്രിക്സ് ആണ്. അഗെയിൻ ഐഗൻ വാല്യൂസ് ഫൈൻഡ് ചെയ്യുക. എങ്ങനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫൈൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ എല്ലാ സ്റ്റെപ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യണോ? ഐഗൻ വാല്യൂസ്. സി അഗൈൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോർമുല എന്താണ്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർഡ് മൈനസ് 4ac ബൈ 2a. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം ഫൈൻഡ് ചെയ്ത്, ഞാൻ എല്ലാ സ്റ്റെപ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ നോക്കാം. 2 ഐഗൻ വാല്യൂസ് കിട്ടി. ആ ഐഗൻ വാല്യൂസ് ആണ് ലാംഡ 1ഉം ലാംഡ 2. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതില് ടോപ്പ് ആയിട്ടുള്ള ഐഗൻ വാല്യൂസിനെ മാത്രമേ ചൂസ് ചെയ്യുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഐഗൻ വെക്ടേഴ്സിനെ ഫൈൻഡ് ചെയ്യണം. എങ്ങനെ ഐഗൻ വെക്ടേഴ്സിനെ ഫൈൻഡ് ചെയ്യാം? 2 ഐഗൻ വാല്യൂസ് ഉണ്ട്, ലാംഡ 1ഉം ലാംഡ 2ഉം. അപ്പൊ ലാംഡ 1ന് ആദ്യം നമ്മളൊരു ഐഗൻ വെക്ടർ ഫൈൻഡ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഇസ് സി മൈനസ് ലാംഡ ഐ, ലാംഡ 1 ഇൻറ്റു ഐ. ഓക്കെ, സി എന്ന് പറയുന്നത് നമ്മുടെ കോവേരിയൻസ് മെട്രിക്സ് ആണ്. ഓക്കെ, ദെൻ ലാംഡ 1 എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ്. ഓക്കെ, അത് വെച്ച് മൈനസ് ചെയ്തിട്ട് നമുക്കൊരു മെട്രിക്സ് കിട്ടി. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ബട്ട് ഈ സ്ലൈഡ്സ്, ഈ ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് പ്ലീസ് ഒരു ഹാഫ് ആൻ അവർ എടുത്തിട്ട് ഈ സ്ലൈഡ്സ് ഒന്ന് നോക്കണേ. ഈ സ്ലൈഡ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഈസി ആണെന്നുള്ളത്. എല്ലാ സ്റ്റെപ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഐഗൻ വാല്യൂ വെച്ചിട്ട് വീണ്ടും അടുത്ത മെട്രിക്സ് ഫോം ചെയ്യാം. ഓക്കെ, ഇതിൽ നോർമലൈസ് ചെയ്യാന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി നോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് വെക്ടറിനെ എന്താണ് ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്തിട്ട്, കണ്ടോ ഡിറ്റർമിനന്റ് ആണ് ഫൈൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഐഗൻ വെക്ടർ ഏതാ? 1ഉം 1.075ഉം ആണ്. ഇതിനെങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നത്? റൂട്ട് ഓഫ് 1 സ്ക്വയർഡ് പ്ലസ് 1.075 സ്ക്വയർ, അങ്ങനെയാണ് നോർമലൈസ് ചെയ്യുന്നത്. എന്നിട്ട് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, അതിനെ നമ്മുടെ നോർമൽ ഈ മെട്രിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ V1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് കിട്ടുന്നത്. അതിപ്പോ ലാംഡ 1ന് V1 കിട്ടും, ലാംഡ 2ന് നമുക്ക് എന്ത് കിട്ടും? V2 കിട്ടും. ലാംഡ 2ന് നോർമലൈസ് ചെയ്യുമ്പോൾ V2 കിട്ടും. ഓക്കെ, ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് ഉണ്ട്, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആണ്. കണ്ടോ, ഐഗൻ വാല്യൂ ലാംഡ 1ന് നമുക്ക് ഐഗൻ വെക്ടർ V1 കിട്ടി, ഐഗൻ വാല്യൂ ലാംഡ 2ന് നമുക്ക് ഐഗൻ വെക്ടർ രണ്ടും കിട്ടി, ഇതും കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസ് ചെയ്തു, പിന്നെ കോവേരിയൻസ് മെട്രിക്സ് ഫൈൻഡ് ചെയ്തു, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഫൈൻഡ് ചെയ്തു. ഓക്കെ, ദെൻ ഇപ്പൊ നിങ്ങൾ ഒരു ഡൗട്ട് വരാം, എന്തിനാണ് നമ്മൾ ഇന്ന് നോർമലൈസ് ചെയ്യുന്നത്? ഈക്വലി ഈ സ്റ്റെപ്സ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്, എന്തിനാണ് നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ളത്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഈ സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്തിനാണ് നോർമലൈസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് ഇവിടെ ഐഗൻ വെക്ടേഴ്സും ഐഗൻ വാല്യൂസും ഫൈൻഡ് ചെയ്തപ്പോ ഇവിടെ പറഞ്ഞില്ലേ ഞാൻ നോർമലൈസ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ എന്തിനാണ് നോർമലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്ലൈഡ്സിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് ആക്ച്വലി നമ്മുടെ ഇതിന്റെ സ്റ്റെപ്സിൽ വരുന്നതല്ല. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നോർമലി നമുക്കൊരു റോ സൊല്യൂഷൻ ഉണ്ടാവുക, അതിനെ നോർമലൈസ് ചെയ്യുന്നത് യുണീക്ക് ആയിട്ടുള്ള ഒരു ലെങ്ത്തും ഡയറക്ഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ്. നോർമലി അത് നോട്ട് യുണീക്ക് ലെങ്ത് ആയിരിക്കും, ബട്ട് യുണീക്ക് ലെങ്ത്തും ഡിറക്ഷനും ഒക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്. ഓക്കെ, അത് എങ്ങനെ നോർമലൈസ് ചെയ്യുന്നതെന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. കണ്ടോ, നോർമലൈസ്ഡ് എന്ന് പറയുന്നത് നോർമൽ വെക്ടർ നമ്മുടെ മെട്രിക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? റൂട്ട് ഓഫ് V1 സ്ക്വയർ പ്ലസ് V2 സ്ക്വയർ. അതെന്ന് പറയുന്നത് ആ മെട്രിക്സിൽ എന്താണോ ഉള്ളത് ആ വാല്യൂസ്. ഓക്കെ, അങ്ങനെയാണ് അത് നോർമലൈസ് ചെയ്യുന്നതെന്നാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ എക്സാമ്പിളിൽ ഇങ്ങനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസ് ചെയ്തു, പിന്നെ കോവേരിയൻസ് മെട്രിക്സ് ഫൈൻഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ഫൈൻഡ് ചെയ്തു. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഐഗൻ വെക്ടേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്തില്ലേ, അതിലെ ടോപ്പ് വാല്യൂസിനെ മാത്രമേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അതിലത്തെ ടോപ്പ് കോമ്പണന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഞാനത് വീണ്ടും കാണിക്കാം. ഇതായിരുന്നു നമ്മുടെ ഐഗൻ വെക്ടേഴ്സ്. ഇതിൽ ഏതായിരുന്നു ഏറ്റവും വലുത്? ഹൈയസ്റ്റ് വാല്യൂ ഉള്ളത് ഏതായിരുന്നു? ഇതാണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ്, V1 മെട്രിക് ഐഗൻ വെക്ടേഴ്സ് ആണ്. അപ്പൊ അതിനെ മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സെലക്ട് ടോപ്പ് k ഐഗൻ വെക്ടേഴ്സ്. ഓക്കെ, ടോപ്പ് കോമ്പണന്റിനെ മാത്രം നമ്മൾ ചൂസ് ചെയ്തു. ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തിനാ? ഈ ഡാറ്റനെ നമ്മൾ പ്രോജക്ട് ചെയ്യണം. പ്രോജക്ട് ചെയ്യാന്ന് പറയുന്നത് എന്താണ്? ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് ഇതാണ്, അതിനെ ഈ വെക്ടർ ആണ്, ഐഗൻ വെക്ടർ ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്.
അതായിട്ട് പ്രോജക്റ്റ് ചെയ്യാന്നുള്ളതാണ്. എങ്ങനെയാണ്? ന്യൂ ആക്സിസിൽ നമ്മൾ പ്രോജക്റ്റ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. എങ്ങനെയാ ചെയ്തേന്ന് നോക്കൂ. Z എന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയ ഡേറ്റ മൾട്ടിപ്ലൈഡ് ബൈ നമ്മളിപ്പോ ചൂസ് ചെയ്ത ഹയസ്റ്റ് വാല്യൂ ഉള്ള ഐഗൻ വെക്ടർ ഇല്ലേ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മളെ ഈ 2D പോയിന്റ് 1D ആക്സിസിലേക്ക് നമ്മൾ ഫൈൻഡ് ചെയ്തത്. മനസ്സിലായോ? മനസ്സിലായോ എന്തെങ്കിലും? അതിന്റെ ഈച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോമ്പ് ഇത് ഞാൻ എഴുതിയിട്ടുണ്ട്. കാരണം മൾട്ടിപ്ലിക്കേഷൻ ആണ്, വേറെ ഒന്നുമില്ല. ഈ എക്സ്റ്റെൻഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രിക്സ് നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തതാണ്. V1 എന്ന് പറഞ്ഞത് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള ഐഗൻ വെക്ടേഴ്സ് ആണ്. അതിലത്തെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ ആയിട്ടുള്ള ഐഗൻ വെക്ടറിനെയാണ് നമ്മൾ ചൂസ് ചെയ്തത്. അങ്ങനെയാണ് എക്സ്റ്റെൻഡഡ് ഡോട്ട് ഈ V1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സ് പുതിയത് നമ്മൾ ഫോം ചെയ്യുന്നത്. അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാം ഐഗൻ വാല്യൂസും ഐഗൻ വെക്ടേഴ്സും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് എല്ലാവരും ഒന്ന് നോക്കണം കേട്ടോ, നോക്കാതെ മനസ്സിലാവില്ല. കാരണം നമ്മൾ ബോർഡിലെല്ലാം എഴുതുന്നേ, അതുകൊണ്ടാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് സ്റ്റെപ്സ് എന്ന് എഴുതിയിട്ടുള്ളത്. ഫൈനലി ആ വാല്യൂസ് ഇല്ലേ 1 2 3 then 4, ഈ 4 വാല്യൂസും ചേർന്ന് Z is equal to എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെട്രിക്സ് നമുക്ക് കിട്ടും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഉണ്ടായിരുന്ന ഒരു മെട്രിക്സിനെ ഡീകമ്പോസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഈ ഒരു മെട്രിക്സ് ആക്കി. ഈ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ പർട്ടിക്കുലർ വാല്യൂസ് ആണ്. അതായത് ഏത് വാല്യൂസ്, എന്ത് ഫീച്ചേഴ്സ് ആണ് നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടത്, എന്ത് ഫീച്ചേഴ്സ് ആണ് ആ മെഷീൻസിന് കൊടുക്കേണ്ടതെന്നുള്ള ഒരു മെട്രിക്സ് ആണിത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? സിഫ്ന ടയർഡായോ? ചെറുതായിട്ട്. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? സസ്പെൻസ് ഞാൻ പറയട്ടെ? പറയട്ടെ? നമ്മുടെ യൂണിറ്റ് ഫിനിഷ് ചെയ്തു.